നിങ്ങൾ വർഷങ്ങളായിട്ട് ലോവർ ബാക്ക് പെയിൻ സഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ പെയിൻ, ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ പെയിൻ. അപ്പം ഞാൻ സ്ക്രീനിൽ ലിസ്റ്റ് ഓഫ് ഇമോഷണൽ റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ദ പ്രോബബിൾ കോസ് ഫോർ യുവർ ഫിസിക്കൽ പെയിൻ. മിക്ക ടൈമും നമ്മൾ ലോവർ ബാക്ക് പെയിൻ വരുമ്പം ഒന്നെങ്കിൽ ഫിസിയോതെറപ്പി ചെയ്യും, അല്ലെങ്കിൽ ആയുർവേദത്തിൽ പോയിട്ട് ഒഴിച്ചിലൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കും. അങ്ങനെയാണ് ചെയ്യുക. വി ജസ്റ്റ് തിങ്ക് ദാറ്റ് വി ആർ ഫിസിക്കൽ ബോഡി ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബട്ട് എനർജി സൈക്കോളജി പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബോഡി, വി ആർ ഇമോഷണൽ ബീങ്സ്. അപ്പോൾ നമുക്കൊരു ഇമോഷണൽ ബോഡിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഇമോഷണൽ പെയിൻ അത് നമ്മുടെ ബോഡിയിൽ ഇപ്പോഴും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് വി വിൽ ബി തിങ്കിങ് അബൌട്ട് ഇറ്റ് കുറേ വട്ടം ചിന്തിച്ചിട്ട് ആൻഡ് ഇറ്റ് വിൽ കം ആസ് പെയിൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളൊരു ജോക്ക് കേട്ടു, നിങ്ങൾ ഉടനെ ചിരിച്ചു ആൻഡ് ഇറ്റ്സ് റിലീസ്ഡ്. ബട്ട് നിങ്ങളോട് ഇപ്പോൾ ആരോടെങ്കിലും ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. അപ്പം നിങ്ങൾക്കത് തിരിച്ച് പറയാൻ പറ്റില്ല, കാരണം അത് ഒരു മുതിർന്ന ആളായിപ്പോയി. സോ യു ഹാവ് ടു ലിസൺ. അപ്പോൾ അയാളോടുള്ള ദേഷ്യം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അയാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം നമുക്കന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. സോ എന്ത് സംഭവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ ലൂപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. സോ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ കുറേ ആങ്കർ ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മളത് റിലീസ് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഗെറ്റ്സ് സ്റ്റോർഡ് സംവെയർ. സോ ലോവർ ബാക്ക് പെയിന് ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ കുറേ റീസൺസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ദ പ്രോബബിൾ കോസ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, നമുക്ക് ഈ റൂട്ട് ഇമോഷണൽ കോസസ് ഇല്ലാതാക്കാൻ പറ്റും. ഓരോ ബോഡിയും റിയാക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലർക്ക് ഫിസിക്കൽ റീസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അതിനുശേഷം ആയിരിക്കാം ലോവർ ബാക്ക് പെയിൻ വരുന്നത്. ചിലർക്ക് അങ്ങനെയല്ല, വർഷങ്ങളായിട്ടുള്ള പെയിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇമോഷണൽ റീസൺസ്. അതെങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ബട്ട് EFT ക്യാൻ ഹെൽപ്പ് യു ടു റിലീസ് ഇറ്റ്. ഞാൻ മോഡേൺ മെഡിക്കൽ സയൻസിനെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയോ കുറ്റം പറയില്ല. അവർ പഠിച്ച സയൻസിൽ ദേ ജസ്റ്റ് ട്രീറ്റ് ഹ്യൂമൻ ബോഡി ആസ് ഫിസിക്കൽ ബോഡി. നമ്മുടെ ഇമോഷണൽ ആസ്പെക്ട് ദേ ആർ ഇഗ്നോറിങ് ഇറ്റ്. ആൻഡ് അതിന് വേണ്ട ടൂൾസ് അവർക്കറിയില്ല. അപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡിസ്ക് ബൾജ ഇതായി അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാൻ വെക്കാം. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ, MRI എടുത്ത് നോക്കുമ്പോൾ അത് തന്നെയാണ് റീസൺ. പക്ഷേ പലർക്കും ഡിസ്ക് ബൾജ് സംഭവിച്ചിട്ടും പെയിൻ ഇല്ലാത്ത കുറേ കേസസും ഉണ്ട്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് അവർക്ക് പറയാനും അറിയില്ല. സോ ഇമോഷണൽ ബോഡിയിൽ സ്റ്റക്കായ ഇമോഷൻസ് കിടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിലീസ് യൂസിങ് EFT. അപ്പോൾ നിങ്ങളുടെ ലോവർ ബാക്ക് പെയിൻ ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ കുറേ റീസൺസ്. ഇറ്റ് ക്യാൻ ബി ദ പ്രോബബിൾ കോസസ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ പ്രോബബിൾ കോസ് നിങ്ങൾക്കത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻഡ് യു ഫീൽ ദാറ്റ് ഇറ്റ് ക്യാൻ ബി വിത്ത് EFT, ഈ ഇമോഷണൽ റൂട്ട് കോസസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, അതിൻ്റെ ചാർജ് ഇല്ലാതാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് സയൻറ്റിഫിക്കലി പ്രൂവൻ. അപ്പം നിങ്ങൾക്ക് കേസ് സ്റ്റഡിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ഇസ് ഇൻ ദി ബയോ. താങ്ക് യു.